അടുത്ത കാലത്തായി പല കാറുകളുടെയും 2025 മോഡൽ പുറത്തിറക്കുമ്പോൾ അവയിൽ കാര്യമായ പരിഷ്കാരങ്ങൾ വരുത്താൻ മാരുതി ശ്രദ്ധിച്ചിട്ടുണ്ട്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി വന്ന ആദ്യ മാരുതി കാർ 4ാം തലമുറ ഡിസയർ കോമ്പാക്ട് സെഡാനായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആക്കി സെലേറിയോ ഹാച്ച്ബാക്കും പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 എയർ ബാഗുകൾ ചേർത്ത അപ്ഡേറ്റ് ചെയ്ത ബ്രെസ സബ് 4 മീറ്റർ SUV വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് മാരുതി. മുമ്പ് ZX-i പ്ലസ് ട്രിമിൽ മാത്രം ലഭ്യമായിരുന്ന ഈ ഒരു ഫീച്ചർ ഇനി മുതൽ ബ്രെസയുടെ ബേസ് വേരിയന്റിൽ വരെ കിട്ടും എന്നതാണ് പ്രത്യേകത. ശ്രദ്ധേയമായ അപ്ഡേറ്റുകളോടെ ടാറ്റ നെക്സൺ, ഹിൻഡായ് വെന്യൂ, കിയ സോനറ്റ, കിയ സിറോസ്, മഹീന്ദ്ര XUV 3XO, സ്കോഡ കൈലാക് എന്നീ എതിരാളികൾക്കൊപ്പം എത്താൻ ബ്രെസയ്ക്ക് സാധിച്ചു. ഇവയെല്ലാം സ്റ്റാൻഡേർഡായി 6 എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി വരുന്നതിനൊപ്പം തന്നെ ബ്രെസയുടെ വിലയിലും പരിഷ്കാരം വരുത്തിയിട്ടുണ്ട്. 2025 ഫെബ്രുവരി ആദ്യം മുതൽ ബ്രെസയ്ക്ക് 20,000 രൂപ വരെയാണ് കൂടിയിരിക്കുന്നത്. നിലവിൽ 8,54,000 രൂപ മുതൽ 14,14,000 രൂപ വരെയാണ് ഈ കാറിന്റെ വില പോകുന്നത്. എക്സ്ഷോറൂം വിലകളാണ് ഇതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. 6 എയർ ബാഗുകൾ സജ്ജീകരിച്ച ബ്രെസയുടെ സ്റ്റോക്ക് എത്തുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ബ്രെസയുടെ വിലയിൽ മാറ്റം വീണ്ടും വന്നേക്കും. 6 എയർ ബാഗുകൾക്ക് പുറമെ ബ്രെസയിൽ ഇപ്പോൾ എല്ലാ യാത്രക്കാർക്കും 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകളും ലഭിക്കുന്നതാണ്. ഇതുവരെ ജനപ്രിയ മാരുതി സബ് കോമ്പാക്ട് SUV-യിൽ പിൻവശത്തെ മധ്യഭാഗത്ത് ഇരിക്കുന്നവർക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു. ബ്രെസ ഇപ്പോൾ മുൻവശത്ത് ഉയരം ക്രമീകരിക്കാവുന്ന സീറ്റുകൾ, കപ്പ് ഹോൾഡറുകൾ, ക്രമീകരിക്കാവുന്ന റിയർ ഹെഡ് റെസ്റ്റുകൾ, റിയർ സീറ്റ് ബാക്ക് റെസ്റ്റിന് 60:40 സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഫംഗ്ഷൻ എന്നിവ സ്റ്റാൻഡേർഡായി തന്നെ നൽകുന്നുണ്ട്. മുൻപ് ഈ സവിശേഷതകൾ SUV-യുടെ ഉയർന്ന വേരിയന്റുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവ കൂടാതെ മറ്റ് നിരവധി ഫീച്ചറുകളും മാരുതി സുസുക്കി ബ്രെസയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.